ഇവിടെ ജയിച്ചതാരുമല്ല, ഇവിടെ ഉള്ളവരല്ല ജയിച്ചത്. ഇനിയൊരു തലമുറ ഉണ്ട്, അവർ തോക്കാൻ പാടില്ല. ഒരു കുഞ്ഞു മോനെ നമ്മുടെ മടിയിൽ കിടന്ന് കരയുമായിരുന്നു. ഇയാളെ കണ്ടപ്പോ അച്ഛനെ പോലെ തോന്നി, കെട്ടിപ്പിടിച്ച് കരയാ, ജയിച്ചു എന്ന് പറഞ്ഞു. അവനോട് ചോദിച്ചപ്പോ നമ്മളല്ല ജയിച്ചത്, ഇനി വരാനൊരു ജനറേഷൻ ഉണ്ട്. ജെൻസി ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് ആൽഫയ്ക്ക് വേണ്ടിയാണ്, അല്ല അവർക്ക് വേണ്ടിയല്ല. ഇനി ഒരു ജനറേഷൻ തോക്കാൻ പാടില്ല. സമ്പത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, കളറിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ ഇനി മനുഷ്യരെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അത് തെളിയിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറ്റാത്തത് യുവാക്കൾ തെരുവിൽ ഇറങ്ങി വന്ന് കാണിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഭാരതത്തിൽ ഇതൊരു പുതിയ പാറ്റേൺ ആയിരിക്കും. തെറ്റ് കാണിച്ചാൽ യുവാക്കൾ പുറത്തിറങ്ങും. താടി നരച്ചിരിക്കുന്ന ഈ ഒരു ജനറേഷൻ പ്രശ്നമാണ്. നരയ്ക്കാത്ത പിള്ളേരിറങ്ങി വന്ന് കാണിച്ചു തന്നിരിക്കുക. എല്ലാത്തരം വിഭജനങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കുട്ടികളാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച ഗ്രാമങ്ങളിലെ കുട്ടികളാണ് ഇപ്പം മുതിർന്ന അവസ്ഥയിൽ ഈ യുവത്വം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിലപ്പുറം ഇനി ഒന്നും ചെയ്യാൻ ഇതൊരു വലിയൊരു പാഠമാണ്. ये देश के जनजी की जीत है, संविधान की जीत है, बाबा साहब अम्बेडकर के दिए गए संविधान की जीत है। ये दमनकारी सरकार की हार है, ये पहला इस्तीफा है, उसी तरह इनके पतन का अंत होगा। और दिल्ली से इनका शुरुआत हुई है, देखना ये 29 में जाएंगे और 27 में उत्तर प्रदेश से भी जाएंगे। हाँ, ये जवानों की, हमारे जो युवा हैं, युवाओं की बहुत बड़ी जीत है, क्योंकि घमंडी सरकार थी। हमारे 20 होनहार जो डॉक्टर बनते, उन्होंने मजबूरी में सुसाइड किया, क्योंकि सुन नहीं रहे थे ये बिल्कुल भी। और लगभग 1 महीने से यहाँ पे हमारे युवा जंतर मंतर पर धरने बैठे हुए थे, और इन्होंने हजारों हमारे युवाओं को, पढ़ने वाले होनहार बच्चों को, लड़कियों को पीट के अधमरा कर दिया। ये बहुत ही दुखद है, और आज इस्तीफा हुई हमारी जीत है। कौन लिखा के आए अभी हम आंसू गैस के? अभी दे दिया धर्मेंद्र प्रधान ने इस्तीफा। Can you speak? Final decision is kind of fantastic that has ever done here. I'm feeling proud of being a part of this moment. I'm really feeling proud of this. It's a fantastic thing. That's what I said. ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അരാഷ്ട്രീയരായ യുവജന എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇടപെട്ടിട്ട് തിരിച്ച് ഡെമോക്രസി പിടിക്കുകയാണ് ചെയ്തത്. ഭയങ്കര സന്തോഷം. അതും എഡ്യൂക്കേഷൻ പോലത്തെ ഒരു ഇത്രയും കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ. എന്നിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാരെ ഇറങ്ങി അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ കാണുന്നത്. മുട്ടുമടക്കിയൊടുവില് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് കംപ്ലീറ്റ്ലി പിടിച്ചടക്കിയുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ സന്തോഷമുണ്ട്, തിരിച്ച് ഒരു പ്രതീക്ഷയാണിത്. വലിയ പ്രതീക്ഷയാണ്. നമ്മളിപ്പോ ഒരാഴ്ച ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ദിവസമെങ്കിലും 10-26 ദിവസമെങ്കിലും നമ്മളിവിടെ തന്നെയായിരുന്നു. രാവിലെ വരുന്നത് നമ്മൾ വീട്ടിൽ പോയി ഉറങ്ങി, ഇന്ന് രാവിലെ എണീറ്റ് വരിക, തിരിച്ചു പോവാ, കുളി നനയൊന്നുമില്ല, പോവാ വരിക തന്നെയായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ, ഇവൻ കോഴിക്കോട്. വല്ലാത്തൊരു റിസൾട്ടാണ്. നമ്മളിപ്പോ ഇറങ്ങിയ പാടെ കേൾക്കുന്ന ന്യൂസ് ഇതാണ്. കാരണം നമുക്ക് ഇന്റർനെറ്റ് ഇല്ലല്ലോ ഇവിടെ, നമ്മളൊന്നും അറിയുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഇത് എല്ലാ ദിവസത്തെയും പോലെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് ഒരാൾ വന്ന് പറയാണ് രാജിവെച്ചു. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ഓടി അകത്തേക്ക് കയറാനുള്ള ഒരു ഇതിലിങ്ങനെ വരികയായിരുന്നു. Yeah, it's a very good thing. The collective wisdom and the maturity of the nation could be seen by this, and the country can rule many other places of the world. And this collective energy of the nation, of this group, should be taken in a very positive way in the development of the nation. And it's a really good thing. But whatever delay has happened, but it shows the strength of the nation through this energy. But do you think that will it strengthen our democracy, our nation, this kind of? Yeah, I think those who are in the authority, those who are in the power, they should have the good advisors, I would rather say, because these things was not required to delay so much, because they are the assets of the nation. Delaying their unproductive use of their energy to this side was not a good decision. It should have been taken in a right way. If I say everything I know, it doesn't happen. If he's saying something, let me listen to that and implement that. That's what is required. Finally, Pradhan sacked, and what do you think? And all the slogans raised by the protesters came through, and what do you think? I think that's a really great initiative which was taken by the Gen Z of this country. That I really assume that the government has finally taken their accountability, which very much required. We used to say that we used to live in a democracy, we are living in a democracy. Now we can finally say that we are living in a democracy.
So that's a huge win for the students, and that it's a huge win for the upcoming generation as well. But I think that the government was really scared this time for the students. अगली बारी मोदी की मैं आज ही आई थी भैया राजस्थान से, और मैं बहुत लकी हूँ कि इस्तीफा दे दिया इन लोगों ने। हाँ हाँ, बहुत ज़्यादा उनको पहले ही दे देना चाहिए था। इतना हम लोगों को परेशान किया, उनको पहले ही दे देना चाहिए। What do you think about the outcome of the protest? अच्छा लगा, हम आए, हमारे साथ जो भी हुआ, पर थैंक यू। Okay. Finally, education minister resigned, and what is it in हिंदी में बोलो? सो मैं तो बहुत खुश हूँ। मैं 19 तारीख को महाराष्ट्र से आया था, यही मांग थी मेरी भी, और यहाँ के लाखों जो स्टूडेंट्स आके गए और जो अभी यहाँ पे छात्र हैं, सबकी मांग थी। फाइनली सरकार को झुकाया गया है, क्योंकि मैं जब यहाँ पे आया था तो समाज ने यहाँ जो भी लोग थे उस टाइम पे सब बोल रहे थे कि इस सरकार में जवाबदेही तय नहीं होती, इस सरकार के जो नेतागण है वो इस्तीफा नहीं देते। परंतु जनता ने एक जगह आके पीसफुल प्रोटेस्ट करके भी बताया और इस्तीफा लेके भी बताया। परंतु मैं एक और बात यहाँ पे ऐड करना चाहूँगा कि यही तुम्हारी आखिरी जीत नहीं है, और तुम्हें एजुकेशन सिस्टम में थोड़ा काम करने की जरूरत है। जो कि सबसे पहली बात, जो एजुकेशन बजट है इंडिया का आज 2.7%, उसको बढ़ा के 5% करना चाहिए। नई पॉलिसीज आनी चाहिए एजुकेशन में। और थैंक यू। ऐसे कि अभी जो भी हमारा नया एजुकेशन मिनिस्टर आए, वो हमसे कोई ऐसा वादा ना करे जिससे वो मुंह कर जाए। आगे आए, हमसे वादा करे कि फ्यूचर में कभी पेपर लीक नहीं होगा, फ्यूचर में कभी कोई स्टूडेंट सुसाइड नहीं करेगा, फ्यूचर में कभी किसी स्टूडेंट पे लाठी चार्ज नहीं होगी। ये हमसे वादा करे, हम उसका अच्छे से वेलकम करेंगे, हम उसका स्वागत करेंगे, हर बार उसको जिताएंगे। लेकिन कोई भी हमारे ऊपर लाठी चार्ज नहीं करे, पेपर लीक नहीं होना चाहिए आगे से किसी भी तरह का। बस हमारा यही कहना है। अगली बारी मोदी की है, ये बात याद रखना। अब के केंद्र में तो सरकार गायब कर देनी है, और ये मोदी की रहेंगी, अगली बारी मोदी की रहेंगी। ये जंजीर डरने वाले नहीं है, झुकने वाले नहीं है। सरकार नहीं चाहिए, नहीं झुकेंगी। अगली बारी हमारे भारत में अभी भी संविधान लागू है। लोग शांतरा जिंदाबाद, मेलोडी का कुछ जान जाओ। अगली बारी मोदी, मेलोडी कुछ जान जाओ। अगली बारी मोदी की। It is the start of better education system. ठीक है, as a student the government should have accountability, and this is the first step towards this direction. Thank you.